ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇവിടെയുമായി ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും തന്നെ യേശു ക്രിസ്തു നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പാസ്റ്റർ ജോൺ തോമസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കയറ്റുന്നു. തൻ്റെ ബൈബിൾ കോളേജിൽ, കടപ്പുറം ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് തന്നിട്ടുണ്ട്. ദേവദാസ് കൂടി ചെയ്യുന്ന എല്ലാ പ്രേക്ഷക വേലയെ ഓർത്ത് കർത്താവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ലളിതമായ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രചോദിപ്പിച്ചിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. Gospel of Mark, chapter 10, verse 52. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 52-ാമത്തെ വാക്യം. യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച യാത്രയിൽ അവനെ അനുഗമിച്ചു. ഈ സന്ദേശത്തിന് ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ ഇപ്രകാരം കൊടുക്കുവാൻ സാധിക്കും: ക്രിസ്തു നൽകുന്ന പ്രത്യാശ ദർശനം. വളരെ പരിചിതമായൊരു വേദഭാഗമാണ് വായിച്ചു കണ്ടത്. ഈ സംഭവം നടക്കുന്നത് ജെറിക്കോവിലാണല്ലോ. ബർത്തിമയെ പറ്റി നമ്മുടെ ചെറുപ്പകാലം മുതൽ തന്നെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും നമ്മുടെ കൂട്ടായ്മകളൊക്കെ അദ്ദേഹത്തെ പറ്റി പഠിക്കുവാനും സന്ദേശം ശ്രമിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ജെറിക്കോവിൽ നടക്കുന്ന ഒരു സംഭവം. യെരിഹോ എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ നിന്ന് 15 മൈൽ ദൂരെയുള്ള ഒരു പട്ടണമാണ്. യേശുക്രിസ്തുവിന്റെ അവസാനത്തെ ജെറുസലേം യാത്ര സംഭവിച്ച ഒരു സംഭവമാണ് ഈ സംഭവം. യേശു പെസഹ ആചരിപ്പാൻ വേണ്ടിയാണ് യെരുശലേമിലേക്ക് പോകുന്നത്. ശിഷ്യന്മാരെ കൂടാതെ വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. അന്നത്തെ യഹൂദ മതത്തിന്റെ നിയമം അനുസരിച്ച് ജെറുസലേമിന് ചുറ്റോളമുള്ള 15 മൈൽ ചുറ്റോളമുള്ള എല്ലാ യഹൂദന്മാരും പെസഹ പെരുന്നാൾ ആഘോഷിപ്പാൻ ജെറുസലേമിലെത്തണം. തീർത്ഥാടകർ റബിമാരുമൊത്താണ് ജെറുസലേമിൽ വരാറുള്ളത്. എന്നാൽ ആർക്കെങ്കിലും പോകാൻ കഴിയത്തില്ലെങ്കിൽ ആ തെരുവീതിയിൽ നിന്നുകൊണ്ട് തീർത്ഥാടകർക്ക് ആശംസകൾ നേരണം. എന്താണ് യെരിക്കോവിന്റെ പ്രാധാന്യം? അന്നത്തെ കാലത്തെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമാണ് യെരിക്കോ. ഒരു കൊമേഴ്ഷ്യൽ സിറ്റി, ഒരു പുരോഹിത പട്ടണം, ഒരു പ്രീസ്റ്റ്ലി സിറ്റി. കൊമേഴ്ഷ്യലായും റിലീജിയസ് ആയും വളരെ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് യെരിക്കോ പട്ടണം. ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ കഴിക്കുന്ന അനേക പുരോഹിതന്മാരെ കാണുവാൻ കഴിയും. ഏതാണ്ട് 24 കൂറുകളിൽ നിന്ന് വേദചിന്തയുടെ അഭിപ്രായത്തിൽ 20,000-ഓളം പുരോഹിതന്മാർ അന്നത്തെ കാലത്ത്, യേശുവിന്റെ കാലത്തുണ്ടായിരുന്നു. നറുക്ക് വീഴുന്ന കൂറിനാണ് ശുശ്രൂഷ ചുമതല. അവർ യെരുശലേമിൽ പാർക്കുകയും ബാക്കിയുള്ളവർ യെരിക്കോവിൽ പാർക്കുകയും ചെയ്യും. നമുക്കൊരു നല്ല ശമരിയക്കാരന്റെ ആ കഥയിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന
പാതികനെ കാണാതെ പോകുന്ന പുരോഹിതനെ കാണുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ അവിടെ ശുശ്രൂഷ നടക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ശുശ്രൂഷയ്ക്ക് അവൻ വളരെ പ്രാധാന്യം പവിത്രം കൊടുക്കുന്നു. ഈ വ്യക്തിയെ ശുശ്രൂഷിപ്പാനൊക്കെ വണ്ണം തൻ മനസ്സ് കാണിക്കുന്നില്ല. അപ്പോൾ ഈ പെരുന്നാൾ സമയത്ത് ജെറുസലേമിൽ പാർത്തുകൊണ്ട് ശുശ്രൂഷമായിരിക്കുമ്പോൾ ബാക്കിയുള്ള പുരോഹിതന്മാരെല്ലാവരും യെരിഹോവിലാണ് പാർക്കുന്നത്. ഈ പെരുന്നാളിന്റെ സാധനങ്ങൾ വാങ്ങുവാൻ തക്കവണ്ണം ജെരിഹോവിൽ വളരെ തിരക്കാണ്. കച്ചവടക്കാർ വളരെ കൊയ്ത്തിന്റെ കാലം. പുരോഹിതരും മറ്റും തീർത്ഥാടകരെ അനുഗ്രഹിപ്പാൻ റോഡ് സൈഡിൽ കൂടി വരുമ്പോൾ ഈ തീർത്ഥാടകർ ധാരാളം ധർമ്മം കൊടുക്കും. ഈ ധർമ്മം സ്വീകരിപ്പാൻ ആ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഡൗൺ റോഡനായിരിക്കുന്ന ഭിക്ഷക്കാരും കൂടി വരും. ഈ കോൺടസ്റ്റിൽ ശിഷ്യന്മാരും യേശുവും ഒക്കെ ഒരു പുരുഷാർത്ഥം പുറപ്പെടുമ്പോൾ തിമായുടെ മകനായി ഭർത്യമായി എന്ന കുരുടൻ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ഭർത്യമായെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ അവന് കണ്ണു കാണാത്തൊരു വ്യക്തിത്വമാണ്, ആരോരും മൈൻഡ് ചെയ്യാത്ത വ്യക്തിത്വമാണ്. പക്ഷേ അവനെപ്പറ്റി ആഴമായി ചിന്തിച്ചാൽ ചില ഗുണവിശേഷങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. ഒന്ന്, യാചകനെങ്കിലും പരിസരബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഭർത്യമായി. അവിടെ കണ്ണു കാണത്തില്ല, പക്ഷേ അവിടെ ശബ്ദം കേൾക്കാം. എത്രയോ കാലങ്ങൾ ഭിക്ഷയ്ക്ക് തെരുവിൽ തന്നെ ഇരുന്നിട്ടുണ്ട്, പക്ഷേ എത്രയോ ശബ്ദം താൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ താൻ കേൾക്കുന്ന ശബ്ദം വ്യത്യസ്തമായൊരു ശബ്ദമാണ്. അവൻ ചോദിക്കുന്നു, എന്താ ഇത്? അവൾ പറഞ്ഞ നസ്രയനായ യേശു കടന്നു പോകുന്നു. എവിടെല്ലാം ജനക്കൂട്ടങ്ങൾ കൂടാറുണ്ട്, ശബ്ദകോലം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അവൻ പ്രതീക്ഷയോടൊരു വ്യക്തിയെ കാത്തിരുന്നു, നസ്രയനായ യേശുവിനെ. അവന്റെ കാത്തിരിപ്പിന് അന്തം വരുത്തിക്കൊണ്ട് യേശു കടന്നു വിടുന്നു. അവൻ വിളിക്കുന്നു, നസ്രയനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. ശക്തമായി തന്നെ വിളിക്കുന്നു, നസ്രയനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. യേശു ആരെന്ന ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ യേശു ആരെന്ന ബോധ്യം പലർക്കുമില്ല. അതാ പലരുടെ പ്രശ്നം. എന്നാൽ ഇവൻ കുരുടനാണെങ്കിലും ലോകപ്രകാരമുള്ള കണ്ണു കാണുവാൻ കഴിയാത്ത വ്യക്തിത്വമാണെങ്കിലും അവന് ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു, അവബോധമുണ്ടായിരുന്നു. വിളിക്കുന്നു, യേശുവേ, യേശു രക്ഷകൻ, വിമോചകൻ. യേശു ക്രിസ്തു തന്റെ ദൗത്യത്തിന് വന്നപ്പോൾ നസ്രേത്ത് മാനിഫെസ്റ്റോയിൽ, യേശു ക്രിസ്തുവിന്റെ നസ്രേത്ത് വിളംബരത്തിൽ താൻ എന്തിനു വേണ്ടി വന്നു എന്ന് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. നമുക്ക് സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ വാക്യങ്ങളിൽ അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളികളിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. പുസ്തകം നടത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വെടിവിച്ചയപ്പാനും കർത്താവിൻ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. മാനവജാതി വിമോചിപ്പിക്കുവാൻ
പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, കെട്ടപ്പെട്ടവരെ സ്വാതന്ത്ര്യമില്ലാത്ത ഒഴിവിപ്പാൻ തക്കവണ്ണം യേശു കടന്നു വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതിയിരിക്കുന്ന കാര്യം നിവർത്തിപ്പാൻ ഇവിടെ യേശു വന്നത്. അപ്പോൾ ഈ ഭർത്തിമായ്ക്ക് ഉത്ബോധമുണ്ടായിരുന്നു, യേശു വിമോചകനാണ്, യേശു ലിബറേറ്ററാണ്. അവൻ വിളിക്കുന്നു യേശുവേ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ തിയോളജിക്കൽ ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് താൻ വിളിക്കുന്നു, യേശുവേ ദാവീദ് പുത്ര, ദാവീദ് പുത്ര, സൺ ഓഫ് ഡേവിഡ്. ഹിസ്റ്റോറിക്കൽ ടൈറ്റിൽ പറഞ്ഞുകൊണ്ട്, തന്റെ ചരിത്രപരമായ പ്രാധാന്യത പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുന്നു. നമുക്കറിയാം, സുവിശേഷം വ്യത്യസ്തമായ തലത്തിലുള്ള യേശുവിനെ വരച്ചു കാട്ടിയിരിക്കുന്നത്. മത്തായി സുവിശേഷം യേശു ക്രിസ്തുവിന്റെ വംശാവലിയൊക്കെ പറയുമ്പോൾ ദാവീദിന്റെ മകനായി ജനിക്കുന്ന അഥവാ ജനിച്ച യേശുവിനെ പറ്റി പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്റെ ആരംഭം വേറെ തലത്തിലാണ് പറയുന്നത്. ദൈവത്തോടു കൂടി ഇരുന്ന, ആദിയിൽ ദൈവമായിരുന്ന അനുഭവത്തെ പറ്റി പറയുന്നു. നോക്കുമ്പോൾ ചരിത്രപരമായ പ്രാധാന്യത പറഞ്ഞുകൊണ്ട്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ശക്തമായി നിലവിളിക്കുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരൊക്കെ യേശുവിന്റെ മശിഹയെ അംഗീകരിക്കാതിരിക്കുമ്പോൾ അവർ ചിന്തിച്ചു, ചെങ്കോലും കിരീടവും എഴുതിക്കൊണ്ട് വരുന്ന സാക്ഷാൽ മശിഹ അവരെ പൂർണ്ണമായി വിമോചിപ്പിക്കാൻ കടന്നു വരുന്നാൽ കഷ്ടപ്പെട്ട് ദാസനായി കടന്നു വന്ന യേശുവിനെ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ആ കോണ്ടസ്റ്റിൽ ഭക്തിമായി പറയുന്നു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അന്നത്തെ പുരോഹിതന്മാരുടെ പണ്ഡിതന്മാരുടെ കണ്ണടഞ്ഞിരിക്കുമ്പോൾ ഫ്രഷക്കാർ രക്കക്കണ്ണ് തുറന്നു, വിളിക്കേണ്ടവനെ വിളിക്കേണ്ട പോലെ വിളിക്കുന്നു. സ്തോത്രം. എന്നാൽ അവരുടെ മിണ്ടാതിരിപ്പാൻ ശക്തമായ നിലയിൽ ആജ്ഞയെത്തുന്നു. എന്താ ചിന്തിപ്പി? രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, ഇവൻ കണ്ണു കാണാത്തവനാണെങ്കിലും പരിസരബോധം ഉള്ളവനായിരുന്നു. രണ്ടാമത്, പ്രതിബന്ധങ്ങൾ തളർത്താത്ത വ്യക്തിത്വമായിരുന്നു ഈ ഭർത്യമായി. പ്രതിബന്ധങ്ങൾ തളർത്താത്ത വ്യക്തിത്വം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. നോക്കി, മുമ്പേ പോകുന്നവർ പറയുന്നു, നീ മിണ്ടാതിരിക്കുക. മിണ്ടാതിരിപ്പാൻ പലരും ശാസിക്കുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ധൈര്യം കാണിച്ച ഒരു ഭർത്യമായി. ആര് പ്രതിബന്ധങ്ങളെ വകവെക്കാതെ മുൻപോട്ട് പോകുന്നു അവർക്ക് മാത്രമേ അനുഗ്രഹം ലഭിച്ചത് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിന്റെ വേളയിൽ ജനക്കൂട്ട് കടന്നു പോകുമ്പോൾ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ കടന്നു വരുന്നു. 12 വർഷക്കാല രക്തസ്രാവമുള്ള സ്ത്രീ. രോഗത്തിന് കാഠിന്യം നമുക്കറിയാമല്ലോ. എല്ലാ തരത്തിലും അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ജെൻഡർ വൈസ് സ്ത്രീയാണ്. രോഗം നോക്കുമ്പോൾ രക്തസ്രാവം, എക്കണോമിക്കലി പുവർ. വൈദ്യന്മാർക്കെല്ലാം ചികിത്സയ്ക്കായി പൈസ മുടക്കി ശുഷ്കിച്ച അനുഭവമായി ജീവിക്കുന്ന വ്യക്തിത്വം. പക്ഷേ യേശുവിന്റെ വസ്തുത കേട്ടപ്പോൾ പ്രതിബന്ധങ്ങളെ വകവെക്കാതെ വണ്ണം ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി എഴഞ്ഞു നീങ്ങി യേശുക്രിസ്തു വസ്ത്രം തങ്ങൾ തൊടുന്ന ആ സ്ത്രീക്ക് വിടുതൽ യേശു കൊടുക്കുന്നു. ഉടനെ രക്തസ്രാവം നിൽക്കുന്നു. യേശു ഒരിക്കലും തൊട്ടതാ. മക്കളെ,
പ്രതിബന്ധങ്ങൾ കണ്ട് മടിച്ചു നിൽക്കുവാനല്ല, വിശ്വാസത്തോടെ യേശുവിനോട് അപേക്ഷിച്ചാൽ, യേശുവിന്റെ സന്നിധിയിൽ വന്നാൽ നമ്മുടെ അവസ്ഥകളെല്ലാം മാറ്റിമറിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. മൂന്നാമതായി എന്നെ ചിന്തിപ്പിച്ച കാര്യം, യേശുവിനെ അവൻ കണ്ടപ്പോൾ അവൻ ചെയ്യുന്ന അടുത്ത കാര്യം, യേശു അവിടെ നിന്നു. അപ്പോൾ യേശു നിന്നു. നമ്മുടെ നിലവിളിയെ മറികടക്കാത്തൊരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. നമുക്കൊരു പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര വിഷയം കഠിനമായിട്ടുള്ളതാണെങ്കിലും നിർമ്മല ഹൃദയത്തോടെ യേശുവേ എന്ന് വിളിച്ചാൽ ആ വിളിയുടെ മുമ്പാകെ യേശു നിൽക്കും. ഭർത്തിമായിക്ക് വേണ്ടി യേശു നിൽക്കുന്നു. വലിയ പുരുഷാരം കടന്നു പോയപ്പോൾ ഒരു വ്യക്തി ഉൾബോധത്തോടെ, ആവശ്യബോധത്തോടെ വിളിച്ചപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയുടെ ആ പ്രശ്നത്തിന് മുമ്പാകെ യേശു നിൽക്കുന്നു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്നവർ പറഞ്ഞു. ഉടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പും ഇട്ട് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. മൂന്നാമതായി ചിന്തിപ്പിച്ച കാര്യം, യേശുവിന്റെ വിളിയുടെ മുമ്പാകെ അവന് സുരക്ഷ നൽകുന്ന എല്ലാത്തിനോടും ഗുഡ് ബൈ പറയുവാൻ തയ്യാറായി. കാണുന്നു, അവർ തൻ്റെ പുതപ്പ് ഇട്ട് ചാടി എഴുന്നേറ്റ് അടുക്കൽ വന്നു. യേശു ഓടിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഇത് പലപ്പോഴും ആത്മീയ തിമരം ബാധിച്ച് പലരുമായിരിക്കുമ്പോൾ ഉൾക്കണ്ണ് അടഞ്ഞിരിക്കുമ്പോൾ നമുക്കറിയാം ലവോദിക്ക സഭയുടെ അനുഭവം. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യ കുടിനുമായി നഗ്നമായി പലരുമായിരിക്കുമ്പോൾ ഇവല്ല പറഞ്ഞ് സമ്പന്നനാകേണ്ട തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, പിന്നെ നഗ്നത ഒഴിവാക്കത്തക്കൊണ്ട് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, പിന്നെ കാഴ്ച ലഭിക്കുവാൻ കണ്ണിൽ ലേബുവിനോട് വിലയ്ക്ക് വാങ്ങുകയും. ആത്മീയ മണ്ഡലത്തിൽ പോലും പലരുടെയും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൃത്യമായി ഉൾക്കാഴ്ചയുള്ളവൻ സുരക്ഷ നൽകുന്ന എല്ലാറ്റിനും ഗുഡ് ബൈ പറയുവാൻ താൻ തയ്യാറാകുന്നു. കാഴ്ച കിട്ടിയ ചില നഷ്ടങ്ങൾ തനിക്കുണ്ടാകും. ഒന്ന്, ജീവിതമാർഗം നഷ്ടപ്പെടും. കുണ്ടനായിരിക്കുന്നതുകൊണ്ടാണ് ആളുകളൊക്കെ 10 കാശ് കൊടുക്കുന്നത്, ഉള്ളിനാളെ എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കാഴ്ച കിട്ടിയാൽ ജീവിതമാർഗം നഷ്ടപ്പെടും, വരുമാനം നഷ്ടപ്പെടും. പുതപ്പ് അവൻ ഉപേക്ഷിപ്പാൻ തയ്യാറാകുന്നു. അവന് സുഖം നൽകിയതിനെ ഉപേക്ഷിപ്പാൻ തയ്യാറാകുന്നു. ചിലർ അഭിപ്രായപ്പെടുന്നത് കേവലം ഒരു പുതപ്പല്ല, അന്നത്തെ ലൈസൻസിന്റെ മുദ്ര കുത്തിയിരിക്കുന്ന ഒരു പുതപ്പാണ്. അത് വിട്ടാൽ തന്റെ എല്ലാം നഷ്ടപ്പെടും. നോക്കുമ്പോൾ തന്റെ കംഫോർട്ട് സോൺ ഉപേക്ഷിച്ചുകൊണ്ട്, വരുമാന മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് മെച്ചമായതിലേക്ക് അവൻ യാത്ര ചെയ്യുവാൻ തയ്യാറായി. ദൈവമക്കളെ, ചിലർ നേടണമെങ്കിൽ, മെച്ചമായി നേടണമെങ്കിൽ ചിലർ ഉപേക്ഷിപ്പാൻ നമ്മൾ തയ്യാറാകണം. നാലാമതായി ചിന്തിപ്പിച്ച കാര്യം, ജീവിതയാത്രയിൽ പുതുവഴി കണ്ടെത്തിയ വ്യക്തിത്വമായിരുന്നു ഭർത്തിമായി. ഇവിടെ നോക്കുമ്പോൾ യേശു പറയുന്നു, നിനക്കെന്ത് ചെയ്തണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവന്റെ ആഴമായ വിശ്വാസം അവനെ രക്ഷയിലേക്ക് നയിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലും ഇതേ വേദഭാഗം പറയുന്നുണ്ട്. യേശുവോട് കാഴ്ച പ്രാപിപ്പ, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. ക്ഷണത്തിൽ അവർ കാഴ്ച പ്രാപിച്ച്
ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് അവൻ സെലക്ട് ചെയ്യുന്നു. വിപ്ലവകരമായ തീരുമാനം തെരഞ്ഞെടുക്കുന്നു. സത്യത്തിൽ അതുവരെ കാഴ്ച കാണാതെ, ഈ മനോഹരമായ പ്രതി ദർശിക്കാതെ, സ്വന്തം മാതാപിതാക്കളെപ്പോൾ കാണാതെ ഇരുന്ന വ്യക്തിത്വം, ശബ്ദം മാത്രം കേട്ട വ്യക്തിത്വം, കാഴ്ച പ്രാപിച്ചപ്പോൾ അവൻ വീട്ടിൽ പോയി പേരൻസിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്, രക്തബന്ധനെ കാണാൻ ആഗ്രഹിച്ചത്. ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അയ്യോ വീട്ടിൽ പോയി സ്വന്തം പേരൻസിനെ കാണുക, സഹോദരങ്ങളെ കാണുക, കൂടപ്പുറപ്പിനെ കാണുക അല്ലേ? അതല്ല അവൻ ചെയ്യുന്നത്. അവൻ കാഴ്ച പ്രാപിച്ച് യേശുവിനെ അനുഗമിക്കുന്നു. യേശു എവിടെ പോകുന്നത്? യേശു ക്രിസ്തുവിന്റെ ലാസ്റ്റ് ജെറുസലേം ജേർണിയാണ്. കാൽവറിലേക്ക് പോകുകയാണ്, മരിക്കുവാൻ പോകുകയാണ്. ഇവന്റെ തീരുമാനം, ഇവനും യേശുവിന്റെ പിന്നാലെ അനുഗമിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി കൂടെ യാത്ര ചെയ്യുന്നു. ചിന്തിക്കണേ, മറ്റു പലർക്കും യേശുവിനെ അനുഗമിക്കാൻ കഴിയാതിരുന്നപ്പോൾ, യേശുവിനെ കാണേണ്ട പോലെ മനസ്സിലാക്കാതിരുന്നപ്പോൾ, യേശുവിനെ മനസ്സിലാക്കി, യേശുവിനെ സ്വീകരിച്ച്, യേശുവിനായി ജീവൻ സമർപ്പിച്ച് മുന്നേറുന്ന ഭർത്തിയുമായി കാണുവാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തു ലാസ്റ്റ് ജേർണിയിൽ തീരുമാനമെടുത്ത വ്യക്തിത്വമായിരുന്നു ഭർത്തിയുമായി. സുവിശേഷത്തിൽ നമുക്കാണ് ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. നോക്കി, അവന്റെ ജീവിതം കണ്ട്, തീരുമാനം കണ്ട്, സാക്ഷ്യം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനം. എന്നെ കേൾക്കുന്ന മത്സ്യപ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില തീരുമാനങ്ങൾ, നമ്മുടെ ചില സമർപ്പണങ്ങൾ, നമ്മുടെ ചില യാത്രകൾ, ദൈവത്തിന് പിന്നാലെ യാത്രകൾ മറ്റൊരു അനുഗ്രഹമായി തീരണം. നോക്കി, അവനെ അനുഗമിച്ചപ്പോൾ, യേശു പിന്നാലെ പോയപ്പോൾ ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. എന്നെ കേൾക്കുന്ന മത്സരപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ കൂടി ദൈവനാമ മഹിമപ്പെടുമോ? ഇന്ന് രാത്രി ശാന്തമായി ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പലതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പല ലാഭത്തിനു വേണ്ടിയും പലരും വിരഞ്ഞു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ലാഭങ്ങളെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് പുതുവഴി പ്രാപിച്ച്, പുതിയ സന്തോഷം പ്രാപിച്ച്, ജീവിതത്തിന് അർത്ഥം പ്രാപിച്ച് ഭക്തിമായി യേശുവിനെ അനുഗമിക്കുന്നു. മരിക്കുവാൻ തയ്യാറെടുപ്പോടുകൂടി, അഥവാ എന്തുവേതുമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി യേശുവിനെ അനുഗമിക്കുന്ന ഭക്തിമായി കരുവാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ അവന് കുരുടനാണ്, ഒരു യാചകനാണ്, പക്ഷേ അവരുടെ ഉൾക്കാഴ്ച എത്ര ഭയങ്കരമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ മനസ്സിലാക്കുവാൻ, യേശുവിനെ അനുധാവനം ചെയ്യുവാൻ ഇന്ന് രാത്രി നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് സമർത്ഥമായി ഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹിക്കുന്ന സാക്ഷിയായി നമ്മുടെ ശിഷ്ടായുസ് കഴിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഞാനും നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കട്ടെ.